ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത് പണിക്കർ, ഇതിൽ ആരുടെ പക്ഷത്ത് നിൽക്കാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ആര് പറയുന്നതാണ് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, വിശ്വസനീയമായ കാര്യങ്ങൾ? BJP ആണോ കോൺഗ്രസ് ആണോ? മറ്റൊരു കാര്യം കൂടിയുണ്ട്, ട്രംപ് പറഞ്ഞതിലും അവാസ്തവമായ കാര്യമുണ്ട് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ബംഗ്ലാദേശിനാണ് ആ ഫണ്ട് പോയത് എന്ന്. അല്ല, ഇതില് മഞ്ജുഷ അത് മനസ്സിലാക്കുകയാണെങ്കിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നതിനകത്തിൽ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഞാൻ ഏത് പക്ഷത്താണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കോൺഗ്രസിൻ്റെ പക്ഷത്തുമല്ല, BJPയുടെ പക്ഷത്തുമല്ല, മറിച്ച് ഒരു അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമാണ്. അപ്പോൾ അതിനൊരു സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ അവിശ്വസിക്കേണ്ടുന്ന കാര്യമില്ല. നമ്മുടെ നാട്ടിലിവിടെ ഇപ്പോൾ പൂട്ടിപ്പോയിരിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് ഉൾപ്പെടെ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിക്കുന്ന ആർട്ടിക്കിളുകളിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ ഇവിടെ പാർലമെന്റിൽ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അന്വേഷണം വേണമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷത്തിന് എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ വിശ്വസിക്കാൻ കഴിയാത്തത് എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് എൻ്റേത്. അത് തന്നെയുമല്ല, ഇന്ത്യൻ എക്സ്പ്രസ് ആ പറഞ്ഞിരിക്കുന്നതിനകത്തിൽ അവർ പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല ഈ 21 മില്യൺ കൊടുത്തിരിക്കുന്നത്, മറിച്ച് ആ തുക മുടക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിനാണ് എന്നാണ്. പക്ഷേ ട്രംപിന്റെ പ്രസ്താവന, അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വളരെ വ്യക്തമായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ 21 മില്യണെ പറ്റി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: $29 മില്യൺ ടു സ്ട്രെങ്തൻ ദ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഇൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അത് വേറെ പണം എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് വന്നതിന് ശേഷം ഈ കണക്കൊന്നും തെറ്റിച്ചു പറയേണ്ടുന്ന സാഹചര്യമില്ല. കാരണം അത് വളരെ അക്കൗണ്ടബിലിറ്റി ഉള്ള പ്രസ്താവനകളായിരിക്കണം. ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് വേറെ, ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത് വേറെ എന്നാണ്. തന്നെയുമല്ല, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പൊളിറ്റിക്കൽ ലീനിങ്സിനെ പറ്റിയൊക്കെ ശ്രീ റോണി കെ ബേബി മനസ്സിലാക്കിയിരിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കണം. ഒന്നുകൂടി ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഇവിടെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഡീബങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഇന്ത്യൻ എക്സ്പ്രസും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും രണ്ട് സ്ഥാപനങ്ങളാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കണം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം, ഞാനിതിൽ വളരെ കൗതുകരമായി കണ്ടത് ഇന്ത്യ ടുഡേയുടെ സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇന്ത്യ ടുഡേ തന്നെ അവരുടെ റിസർച്ച് വിങ്ങിന്റെ സഹായത്തോടുകൂടി അവർ തന്നെ USAIDന്റെ ഇവിടേക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ഡേറ്റ ആക്സസ് ചെയ്തതിന് ശേഷം അവർ ഒരു റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് കഴിഞ്ഞ 24 വർഷക്കാലം, അതായത് 2001 മുതൽ ഇങ്ങോട്ടുള്ള വർഷം നോക്കിക്കഴിഞ്ഞാൽ USAID ഇന്ത്യയിൽ നിക്ഷേപിച്ചിരിക്കുന്നതായിട്ട് $2.9 ബില്യൺ ആണ്. $2.9 ബില്യൺ. നമ്മൾ ഈ പറഞ്ഞിരുന്ന കേവലം 21 മില്യൺ അല്ല, പല അക്കൗണ്ട് കാറ്റഗറികളിലായിട്ട് $2.9 ബില്യൺ ആണ് ഇന്ത്യയിലേക്ക് മുടക്കിയിരിക്കുന്നത്. അതായത് പ്രതിവർഷം ഏതാണ്ട് 119 മില്യൺ എന്ന കണക്കിലാണ്. അതിൽ തന്നെ 2014 മുതൽ 24 വരെ, അതായത് BJP സർക്കാർ വന്നതിന് ശേഷമുള്ള പീരീഡിലത്തേക്ക് ഇതിൻ്റെ ഏതാണ്ട് $1.3 ബില്യൺ. അതിന് തൊട്ട് മുമ്പ് 2004 മുതൽ 2013 വരെ കോൺഗ്രസ് ഇരുന്നിരുന്ന സമയത്ത്, ആ സമയത്ത് ഏതാണ്ട് $1.2 ബില്യൺ, അതായത് ഏകദേശം നെക്ക് ടു നെക്ക് എമൗണ്ട് അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതായത് ഈ രണ്ട് സർക്കാരുകളുടെ കാലത്തും ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഏതെങ്കിലും ഒരു അണ്ടർ കവർ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നൽകുന്നതല്ല, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള NGOകളുടെ പേരിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന NGO, ആ NGOയുടെ പേരിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഫണ്ട് വരുന്നതിനെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് വിലക്കിയിട്ടില്ല. പിന്നീട് RTI ഇന്റർനാഷണൽ എന്ന് പറയുന്ന അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയുണ്ട്. പിന്നീട് അത് കൂടാതെ ഡെലോയിറ്റ് പോലെയുള്ള തേർഡ് പാർട്ടി ഏജൻസികൾ, കമ്പനികൾ, ഓർഗനൈസേഷൻസ് ഇവരെയൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BJP പറയുന്ന ഈ ആരോപണത്തിൽ കഴമ്പില്ലാതെ വരില്ലേ ശ്രീജിത് പണിക്കർ? ഇത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുവെന്ന്. തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ടർമാരുടെ പങ്കാളിത്തം കൂട്ടുന്നതിന് വേണ്ടി $21 ദശലക്ഷം നൽകുമ്പോൾ, അത് ഇങ്ങനെയുള്ള റെപ്യൂട്ടഡ് NGOs വഴി നൽകുമ്പോൾ അത് മറ്റാവശ്യങ്ങൾക്ക്, ഇപ്പോൾ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിച്ചുവെന്ന് അമിത് മാളവിയെ പോലെയുള്ളവർ പറയുന്നു. BJP അതൊരു വലിയ ക്യാമ്പയിനായിട്ട് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ പൊരുത്തക്കേടില്ലേ? അങ്ങനെ ആരും അറിയാതെ ചെലവഴിക്കുന്ന ഒരു ഫണ്ട് അല്ലല്ലോ ഈ പറയുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ. അല്ലല്ല, അത് പൊരുത്തക്കേടിന്റെ വിഷയമല്ല. ഞാനതിൽ മനസ്സിലാക്കുന്നത് പണം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ലെജിറ്റിമേറ്റ് സോഴ്സ് വഴിയാണ്. പണം ചെലവഴിക്കാനായിട്ട് അവർ ഇന്റൻഡഡ് ആയിട്ടുള്ള വലിയ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ നടത്തി, തന്നെയല്ല USAID കോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഏജൻസികൾ വഴി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ചെലവഴിച്ചിരിക്കുന്ന ലക്ഷ്യം എന്ത് താല്പര്യത്തിനാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ടുഡേ പറഞ്ഞിരിക്കുന്ന ആ കണക്കിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇലക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് ഏതാണ്ട് $5 ലക്ഷം ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് സിവിൽ സൊസൈറ്റി എന്ന ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് $141 മില്യൺ മൊത്തത്തിൽ. നമ്മളിപ്പോൾ 21 മില്യണെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് മാത്രമായിട്ട് $141 മില്യൺ, എന്നാൽ $5 ലക്ഷം മാത്രമാണ് ഇലക്ഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യാവുന്ന കാര്യമാണ്. ഇലക്ഷൻസ് എന്ന് പറയുന്നതാണെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതാണെങ്കിലും സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുന്നതെല്ലാം തന്നെ ഇലക്ഷനുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, ഡെലോയിറ്റ് ആയിക്കോട്ടെ, RTI ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ഇവർ ഗ്രൗണ്ടിലേക്ക് ഈ പണം ചെലവഴിക്കുന്നത്, ഇവർക്ക് പണം കിട്ടുകയാണല്ലോ.
അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇതിനെ ചെലവഴിച്ചിരിക്കുന്നത്? ആ ചെലവഴിച്ചിരിക്കുന്നതിൽ അവർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എതിരായിട്ടുള്ള ജനാഭിപ്രായം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ആ രീതിയിലത്തേക്കുള്ള അന്വേഷണമാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ ലെജിറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളിലേക്ക് ഫണ്ട് കിട്ടുക, അതും USAID പോലെയുള്ള ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോണർ ഏജൻസി നൽകിയിരിക്കുന്ന പണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഒരു സർക്കാരിന് ഉണ്ടാകേണ്ടതല്ല. പക്ഷേ ഇവിടെ ക്ലെയിം വന്നിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെ അവിശ്വസിക്കേണ്ടുന്ന കാര്യമില്ല. ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്ന പണത്തിന് ഇവിടെ എന്ന രീതിയിലത്തേക്കല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഡോജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇലോൺ മസ്കിന്റെ ആവശ്യപ്രകാരം അവിടെ കൊണ്ടുവന്ന് ഗവൺമെന്റ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് എല്ലാം തന്നെ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഇലക്ഷന് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഒരു താല്പര്യത്തിന് അനുസൃതമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ അതിന്റെ ചെക്കിലാണ് ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേവലം ഇന്ത്യയിൽ മാത്രമല്ല, ബംഗ്ലാദേശിൽ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് ഇവർ ഈ പണം കൊടുത്തിരിക്കുന്നതിനെ എല്ലാം തന്നെ ഇല്ലാതെയാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ പണമുള്ള ഒരു രാജ്യത്തിലെ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അപ്പോൾ ഈ പണം എന്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല എന്നൊന്നും പറയണ്ട. കാരണം ഇന്ത്യ ടുഡേ പോലും ആക്സസ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് 2001 മുതൽ ഈ കഴിഞ്ഞ 24-25 വർഷം കിട്ടിയിരിക്കുന്ന ഫണ്ടിനെ പറ്റി വളരെ കൃത്യമായിട്ട് അത് ശരിയാണ്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന വാദം എന്തുകൊണ്ട് ഉന്നയിക്കുന്നു എന്നതാണ്. അന്വേഷണം ആ ദിശയ്ക്ക് വരും എന്നതുകൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസ് അവിടെ ഗോൾ പോസ്റ്റ് മാറ്റുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. ശ്രീ സജിമോൻ ആന്റണി,